വെൽക്കം സ്റ്റുഡൻസ്. നമ്മളിന്ന് HCF LCM അല്ലെങ്കിൽ സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ HCFൻ്റെ 6th പാർട്ടിലോട്ട് മൂവ് ചെയ്യാണ്. നമ്മൾ ഓരോ വീഡിയോസും ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ് ഡിസ്കസ് ചെയ്താണ് പോകുന്നത്. ഓക്കെ, ഒരുപാട് വലിയ വീഡിയോ ആക്കുന്നില്ല. ഇപ്പം നിലവിൽ നമ്മൾ ഈ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്രൂഷ്യൽ ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് എടുക്കുമ്പോൾ ഞാൻ ആ ഒരു വീഡിയോയിൽ 1-2 കോൺസെപ്റ്റ്സ് ഡിസ്കസ് ചെയ്യുള്ളൂ. കോൺസെപ്റ്റ്സ് എളുപ്പമാണെങ്കിൽ നമുക്ക് ഒരുപാട് കോൺസെപ്റ്റ്സ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലാസ്റ്റിൽ ചെയ്ത ക്വസ്റ്റ്യൻ്റെ ടൈപ്പിൻ്റെ ഒരു പുതിയ വെറൈറ്റി അല്ലേ, അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ തന്നെ കാണിച്ചു തരാം നിങ്ങൾക്ക്. അത് കഴിഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ചെയ്യാൻ തരാം. ഇതിൽ ഇനി നിങ്ങൾക്ക് തനിയെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് ട്രൈ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഒന്ന് ക്വസ്റ്റ്യൻ വായിച്ചു നോക്ക്, എന്താണ് ഒരു ചോദിക്കണം എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഇൻറ്റിഗ്രൽ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ ഓവറോൾ സൊല്യൂഷൻസ് ഓഫ് ദ ഇക്വേഷൻ HCF AB എന്ന് പറഞ്ഞാൽ ABയുടെ HCF 6 ആണെങ്കിൽ A + B = 72. ഓക്കെ, 7 എന്ന് പറഞ്ഞാൽ ആ രണ്ട് നമ്പറിനെ ആഡ് ചെയ്യുമ്പോൾ 72 കിട്ടുന്നത്. എന്നിട്ട് HCF 6 ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര വാല്യൂസ് എനും ബിനും അല്ലെങ്കിൽ എത്ര വാല്യൂസ് ഉണ്ടാവാം എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ 6 പോയിട്ടുള്ള ഭാഗത്തിന് എത്ര വാല്യൂ ഉണ്ടാവും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്കത് ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാം. എങ്ങനെയാണ് ഇപ്പം നമുക്കിവിടെ എടുക്കാം. എയും ബിയും 2 നമ്പറാണ്, എയും ബിയും 2 സംഖ്യകളാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ HCF ഉണ്ടാവുമല്ലോ. സംഖ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാം എന്താണ് ഉള്ളത്. ഒരു സെക്കൻഡ് ഹോൾഡ് ഓൺ. ഓക്കെ, HCF ആണല്ലോ ഇത് അല്ലേ? HCF അല്ല, സോറി, 2 ഇൻഡിവിജ്വൽ നമ്പേഴ്സാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് 2 ഇൻഡിവിജ്വൽ നമ്പേഴ്സിൽ എന്താണ് ഒരു കോമൺ ഫാക്ടർ ഉണ്ടാവും, അതല്ലേ HCF, ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് ആ കോമൺ ഫാക്ടർ എടുത്തു കളഞ്ഞതിന് ശേഷമുള്ള നമ്പർ എടുക്കുകയാണെങ്കിൽ എക്സും വൈയും, അല്ലെങ്കിൽ ഈ 2 സംഖ്യ എന്താണ് എക്സും വൈൻ്റെ റേഷ്യോയിലാണെന്ന് പറയാൻ പറ്റും അല്ലേ? പറഞ്ഞൂടെ? ഞാൻ പറഞ്ഞിട്ടുണ്ട് എക്സും വൈൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ ആ കോമൺ ഫാക്ടർ എടുത്ത് കളഞ്ഞിട്ടുള്ള സംഭവമാണ്. ഞാൻ അത് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യമാണ് അല്ലേ? അപ്പോൾ എക്സും വൈ എന്ന് പറയുന്ന സംഖ്യ എടുത്താൽ എയും ബിയുടെ നമ്പറിലുള്ള എന്തെങ്കിലും കോമൺ ഉണ്ടെങ്കിൽ അതിന് നമ്മളെല്ലാം റിമൂവ് ചെയ്ത് ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ആ കോമൺ എന്താണ് 6 ആണ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി ആ കോമൺ സംഖ്യ എന്താണ് 6 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിങ്ങനെ ഈ എനെ എങ്ങനെ എഴുതിക്കൂടെ? 6A. ഓക്കെ, എന്നിട്ട് വൈന് എന്ത് എഴുതാം? 6Y, സോറി ബീനെ 6Y എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇത് രണ്ടിനെ ആഡ് ചെയ്തപ്പോഴായിരിക്കുമല്ലോ നമുക്ക് കിട്ടിയത് 72 എന്നുള്ള സംഖ്യ കിട്ടിയത് എപ്പോഴായിരിക്കും? 6A, സോറി 6A അല്ല, 6 മൈ ബാഡ്. ഓക്കെ, 6 എന്താ പ്രശ്നം? ഓക്കെ, 6x ആണ് കേട്ടോ, തെറ്റിപ്പോ എനിക്ക്. 6A അല്ല, 6x. 6x എന്ന് പറഞ്ഞാൽ എന്താണ്? A ആണ്. X എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സും വൈയും എന്താണ്? റേഷ്യോ ആണ്. എന്ന് പറഞ്ഞാൽ ഇതിൽ കോമൺ ആയിട്ടുള്ളത് എല്ലാം എടുത്തു കളഞ്ഞു. ആ കോമൺ ആയിട്ടുള്ളത് എന്താണ്? 6 ആയിരുന്നു. അത് നമ്മൾ എടുത്തു കളഞ്ഞപ്പോൾ എക്സും വൈൻ്റെ റേഷ്യോയിൽ വന്ന്. ഇനി 6x = എന്താണ്? A ആണ്. 6y എന്ന് പറഞ്ഞാൽ എന്താണ്? B ആണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടിനെ ആഡ് ചെയ്തപ്പോഴായിരിക്കുമല്ലോ നമുക്ക് 72 കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ എക്സ് വൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതാണ് അവർ ചോദിച്ചത്. ഇൻറ്റഗ്രൽ സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ HCF AB = 6 എന്നുള്ളത് അതിൻ്റെ ചോദിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എക്സും വൈൻ്റെ വാല്യൂ ആണ് ചോദിച്ചിട്ട് എത്ര വാല്യൂസ് വരാൻ സാധ്യതയുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ 6 നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കല്ല. അപ്പോൾ എന്താണ്? x + y = 72 എന്ന് കിട്ടും. അപ്പോൾ 6 കൊണ്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ എത്ര വരും? ഇവിടെ 72 എന്ന് പറഞ്ഞാൽ 6 എന്ന് പറയുമ്പോൾ 12 ടൈംസ് അല്ലേ? അപ്പോൾ നമുക്കിവിടെ കിട്ടിയ എന്താണ് സംഭവം? x + y = 12 എന്നാണ്. ഓക്കെ, അപ്പോൾ എക്സ് 2 ഇങ്ങനത്തെ വാല്യൂസ് വേണം. വിച്ച് വിൽ വെൻ ആഡഡ് ഇറ്റ് ഗീവ്സ് 12. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പറയാൻ പറ്റും 1 + 11 എന്ന് പറയാം, അതും 12 ആണ്. അടുത്തെന്ന് പറഞ്ഞാൽ എന്താണ്? 2 + 10 പറയാം, പിന്നെ 3 + 9 പറയാം, പിന്നെ 4 + 12 പറയാം, സോറി 4 + 8 പറയാം. പിന്നെ എന്ത് പറയാം? 7 അല്ല, 4 + 8, 4 + 8. പിന്നെ അടുത്ത് വരണ സാധ്യത എന്താണ്? 5 + 7 അല്ലേ? 5 + 7 12 തന്നെയാണ്. ഓക്കെ, അടുത്ത് വേറെ ആസ്പെക്ട് വരാമെന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ എന്ത് വരാം? 6 + 6 വരാം, 12 ആണ്. ഇതിനപ്പുറം ഒന്നും വരില്ല, ഇത് റിവേഴ്സ് ആയി ഇനി വരും. ഓക്കെ, ഇനി അത് ഓപ്പോസിറ്റ് ആയി വരും. അതുകൊണ്ട് നമുക്ക് ഇനി എടുക്കാനില്ല. ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് രണ്ടും എന്താണ്? എക്സും വൈ എന്താണ്? റേഷ്യോ ഫോമിലാണ്. അതുകൊണ്ട് ഒന്നും കോമൺ ആയിട്ടൊന്നും വരാൻ പാടില്ല. കോമൺ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് HCF ചേഞ്ച് ആവും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കോമൺ വരുന്ന സംഖ്യകളെല്ലാം സ്ട്രൈക്ക് ഓഫ് ചെയ്യണം. കോമൺ എന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺ ഫാക്ടേഴ്സ് ഉള്ള സംഖ്യകൾ എന്ന് വെച്ചാൽ ഇതിൽ രണ്ടിലും കോമൺ ഫാക്ടർ അല്ല. ഓക്കെ, അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? കോ പ്രൈംസ് ആണെന്ന് പറയാം. 3യും 9 കോ പ്രൈം ആണോ? അല്ല. കോമൺ ഫാക്ടർ ഉണ്ടെന്നാണ്. 3 എന്ന് രണ്ടിലും ഉണ്ട്. 4 കോമൺ ഫാക്ടർ ആണോ? അല്ല.
അപ്പോൾ സോറി 4 കോമൺ ഫാക്ടർ ഉണ്ട്, അതുകൊണ്ട് അതെന്താണ് കോ പ്രൈം നമ്പർ അല്ല, അതുകൊണ്ട് എടുത്ത് കളയുക. 5ഉം 7ഉം നോക്കുകയാണെങ്കിൽ കോ പ്രൈം നമ്പേഴ്സ് ആണ്, അതിൽ വേറെ ഒന്നും കോമൺ ഫാക്ടർ അല്ല, 1 മാത്രമേ ഉള്ളൂ. 6 + 6 നിങ്ങൾക്കറിയാം രണ്ടും കോമൺ ആണ്, അതുകൊണ്ട് അത് എടുത്ത് കളയുക. അപ്പോൾ നമുക്ക് ഈ എത്ര പോസിബിൾ വാല്യൂസ് ഉണ്ട് എക്സിൻ്റെയും വൈൻ്റെയും എത്ര പോസിബിൾ വാല്യൂസ് ഉണ്ട്? 2 പോസിബിൾ വാല്യൂസ്. ഇനി ഓപ്ഷനിൽ നോക്കുക, അവർ പറയണത് എക്സാക്ട്ലി 1 വാല്യൂ ഉള്ളൂ എന്നാണ്. അത് തെറ്റല്ലേ? എക്സാക്ട്ലി 1 വാല്യൂ തെറ്റാണ്. ഇൻഫിനിറ്റ്ലി മെനി വാല്യൂസ് എന്ന് അതും തെറ്റാണ്, കാരണം നമുക്ക് കറക്റ്റ് 2 വാല്യൂ ആണെന്ന് അറിയാം. നൺ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, ബട്ട് അതിന് മുമ്പ് ലെസ് ദാൻ 65. 2 എന്ന് പറയുന്നത് 2 വാല്യൂസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് 65 കുറവാണ്, ആണോ അല്ലേ? ആണ്. അപ്പോൾ നമ്മളെ ആൻസർ എന്തായിരിക്കും? ലെസ് ദാൻ 65. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറഞ്ഞോ, എന്താണ് ഡൗട്ട് ഉള്ളത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കൂടെ നോക്കാം, സിമിലർ പാറ്റേൺ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും കൂടെ ക്ലിയർ ആവും. ഓക്കെ, മനസ്സിലായിട്ടുള്ളവർ ഇന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഞാൻ ഇതെന്തായാലും സോൾവ് ചെയ്ത് കാണിക്കാം, നിങ്ങൾ ആദ്യം സോൾവ് ചെയ്ത് നോക്കാം നിങ്ങൾ ആ സൈഡിൽ നിന്ന്. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യണം? സോൾവ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഓപ്ഷൻസ് നമ്മൾ ആൻസർ കറക്റ്റ് ആണോ ഇല്ലെന്ന് ക്രോസ് ചെക്ക് ചെയ്താൽ മതി. ഞാൻ ഇത് ചെയ്ത് കാണിച്ചു തരാം ഒരിക്കലും. നമുക്ക് എൻറ്റയർലി ഞാൻ കോൺസെപ്റ്റ് ഒന്നേന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ഇത് വീണ്ടും ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ആക്കി പോകണം. കാരണം അല്ലാതെ നമ്മൾ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ലെങ്കിൽ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ല, അതുകൊണ്ട് അങ്ങനെ നമ്മൾ ചെയ്യൂല. ഞാൻ പറഞ്ഞ് 2 സംഖ്യ HCF ഓഫ് A and B ആണ് 9 എന്ന് പറഞ്ഞിട്ടുള്ളത്. A Bയുടെ HCF ആണ് എന്താണ്? HCF ഓഫ് A and B എന്താണ് പറഞ്ഞിട്ടുള്ളത്? 9 എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ബ്ലാക്ക് കണ്ട് ചുവപ്പ് എടുക്കാം. HCF ഓഫ് A and B, HCF എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 9 എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അത് യാതിൻ്റെയൊക്കെയാണ്? A ഒരു നമ്പറാണ്, B ഒരു നമ്പറാണ്. ഇത് രണ്ടും നമ്പേഴ്സാണ്. ഇനി ഈ 2 നമ്പറിൻ്റെ കോമൺ ഫാക്ടർ ദാറ്റ് ഈസ് 9 ഇതിൽ നിന്ന് എടുത്തു കളഞ്ഞാൽ നമുക്ക് റേഷ്യോയിലിട്ട് ഡിവൈഡ് ചെയ്യാം. അല്ലെങ്കിൽ റേഷ്യോ എന്ന് പറഞ്ഞാൽ നമുക്ക് x/y എന്ന് എടുക്കാം. എന്നാൽ ഞാൻ പറയണത് A/B എന്നുള്ള രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ കോമൺ ആയിട്ടുള്ള 9 അത് നമ്മൾ കട്ടായി പോകും. അങ്ങനെ വരുമ്പോൾ എന്താണ്? അത് x/y ഫോമിൽ വരും. ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ തരാം. സപ്പോസ് 2 നമ്പർ എടുക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം അത്. ഓക്കെ, എക്സ്പ്ലനേഷൻ തരാം. ഇപ്പോൾ സപ്പോസ് ഞാൻ ഒരു സംഖ്യ എടുക്കുകയാണ്, നിങ്ങൾക്കൊരു സംഖ്യ എടുത്തു തരാം. എന്താണ്? 2 സംഖ്യ എടുക്കാം. നമുക്ക് 2ഉം 8ഉം എടുക്കാം. 2ഉം 8ഉം. ഓക്കെ, ഇതിൽ HCF നമുക്കറിയാം എന്താണ്? HCF എന്തായിരിക്കും? HCF = 2. HCF 2 ആണ്. ഇനി ഇതിനെ നമ്മൾ ഇങ്ങനെ എഴുതുകയാണ് 2/8. ഇതിൻ്റെ റേഷ്യോ എടുക്കാൻ പോവുകയാണെങ്കിൽ എന്താണ് നമ്മൾ എടുത്ത് കളയണത്? ഇതിൽ കോമൺ ആയിട്ടുള്ള 2 രണ്ടിടത്തുനിന്നും പോകും. അപ്പോൾ 4. അപ്പോൾ എന്ത് റേഷ്യോയിൽ വരും? 1:4 തന്നെ. ഇനി ഇതിനെ തിരിച്ച് ഈ നമ്പറിലോട്ട് മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ 2 നമ്മൾ ഈ 2 അല്ലേ കട്ട് ചെയ്ത് കളഞ്ഞത്, ആ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 2:8 വീണ്ടും നമുക്ക് 2:8 ആവില്ല, 2ഉം 8ഉം ആ നമ്പർ നമുക്ക് വീണ്ടും കിട്ടും. അതാണ് നമ്മളിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇതല്ല, സോറി. ഓക്കെ, ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതും സെയിം കാര്യമാണ്. ക്ലിയർ ആണ്? അതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ x/y. അപ്പോൾ ഇവിടെ നമ്മൾ ഈ എന്റെ നമ്പർ തിരിച്ച് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 9 × x ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? 9x എടുക്കാം. പിന്നെ അവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്? +b അല്ലേ? +9y = എത്രയാണ് വന്ന്? ഇത് b ആണ്, 9y എന്ന് പറഞ്ഞാൽ b ആണ്. അപ്പോൾ = എത്രയാണ്? 63. അപ്പം നമുക്ക് ഡയറക്റ്റ്ലി വേണമെങ്കിൽ ചെയ്യാം, ഇത് പുറത്തു പോവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ്? ഞാൻ നിങ്ങൾക്ക് എന്തായാലും എഴുതി കാണിക്കാം. x + y = എത്രയാണ്? 63. അത് 9നെ കട്ട് ചെയ്ത് വിടും, നമുക്ക് 7 ഇവിടെ 1 ടൈം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? x + y = 7 എന്ന് കിട്ടി. x + y 7 ആണെങ്കിൽ x + y 7 ആവണമെങ്കിൽ എത്ര വാല്യൂസ് ഉണ്ടെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. x + y = 7. അങ്ങനെയാണെങ്കിൽ എക്സും വൈൻ്റെ എത്ര വാല്യൂസ് ഉണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇൻറ്റഗ്രൽ സൊല്യൂഷൻ ഓഫ് ദ ഇക്വേഷൻ എന്ന് ചോദിച്ചേക്കുന്നത് എക്സും വൈൻ്റെ എത്ര വാല്യൂസ് ഉണ്ടാവും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ എന്ത് വരും? x1 ആണെങ്കിൽ എന്ത് വരും? y 6 വരും. x2 ആണെങ്കിൽ y എത്ര വരും? 5 വരും. x3 ആണെങ്കിൽ y എത്ര വരും? 4 വരും. എന്നിട്ട് പിന്നെ മറച്ചു വരും. x4 ആണെങ്കിൽ അത് 3 വരും. അത് എടുക്കേണ്ട ആവശ്യമില്ല നമുക്ക്. ഇനി ഇതിൽ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കോമൺ ഫാക്ടർ എന്തൊക്കെ ഉണ്ട് ഇതിൽ. ഓക്കെ, ഏതെങ്കിലും നമ്പറിൽ കോമൺ ഫാക്ടർ ഉണ്ടെങ്കിൽ അത് നമ്മൾ എടുക്കാൻ പറ്റില്ല. പറഞ്ഞാൽ നമുക്ക് കോ പ്രൈം നമ്പേഴ്സാണ് ആവശ്യം. ദാറ്റ് ഈസ് 1 ഈസ് ദ കോമൺ ഫാക്ടർ അമംഗ് ദം അല്ലേ? 1 മാത്രമായിരിക്കും, വേറെ ഒന്നും കോമൺ ഉണ്ടാവരുത്.
1ഉം 6ന്റെ ഇടയ്ക്ക് എന്തെങ്കിലും കോമൺ ഫാക്ടർ ഉണ്ടോ വേറെ 1 അല്ലാതെ? അല്ല. അപ്പോൾ നമുക്ക് ഇത് എടുക്കാൻ പറ്റും. 2ഉം 5ന്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇതും എടുക്കാം. നമുക്ക് 3ഉം 4ന്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് ഇതും എടുക്കാം. അപ്പോൾ ഈ എല്ലാ സംഖ്യകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എടുക്കാൻ പറ്റും. ക്ലിയർ ആണോ? അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ എത്ര ഇതുണ്ട്? ഇന്റഗ്രൽ സൊല്യൂഷൻസ് ഉണ്ട്. 3 ഇന്റഗ്രൽ സൊല്യൂഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആൻസർ എന്തായിരിക്കും? <65. ബാക്കി എക്സാക്ട്ലി 1 എന്തായാലും അല്ല, കാരണം 3 എണ്ണം ഉണ്ട്. ഇൻഫിനിറ്റ്ലി മെനിയും ഇല്ല. 3 എണ്ണം നമുക്ക് അറിയാം നിശ്ചയമായിട്ട്, ഫൈനൈറ്റ് ആയിട്ട് അറിയാം എത്രയാണെന്ന്. <65 ആണ് നമ്മൾ ആൻസർ. നണ്ണെന്ന് പറയാൻ പറ്റില്ല, കാരണം നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ ചെയ്തിട്ടുള്ളതാണോ? അല്ല, ചെയ്തിട്ടില്ല. ഓക്കെ, ശരി. ദ പ്രൊഡക്റ്റ് ഓഫ് 2 ഇന്റിജർ p and q വേർ p ഗ്രേറ്റർ ദാൻ 50. പിന്റെ വാല്യൂ 50 നെക്കാട്ടിയും വലുതാണ്. പിന്റെ വാല്യൂ എന്താണ്? 50 നെക്കാട്ടിയും വലുതാണ്. q ഈസ് ഗ്രേറ്റർ ദാൻ 60. ഓക്കെ, ഇത് ഓർമ്മിച്ചേക്കുക, കാരണം ഇതാണ് നമുക്ക് ഏറ്റവും വലിയ ക്രൂഷ്യൽ ആയിട്ടുള്ള. പിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 50, ക്യൂവിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 60. അപ്പോൾ ഇത്തരം കാര്യം നമ്മൾ ശ്രദ്ധിച്ചേക്കണം. അടുത്ത് 60 ഈസ് 7168 എന്ന് പറഞ്ഞാൽ അവൻ്റെ പ്രൊഡക്റ്റ്, ഈ രണ്ട് ഇൻറ്റീജറിൻ്റെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് എത്രയാണ്? 7168. എന്നിട്ട് HCF എത്രയാണ്? 16. 16 ആണ് എൻ്റെ HCF. എന്നാണ് നമുക്ക് ഡേറ്റ തന്നിട്ടുള്ളത്. 16 ആണ് എൻ്റെ HCF. ദ സം ഓഫ് ദിസ് 2 ഇന്റീജേഴ്സ്. അപ്പോൾ ആ നമ്പർ കണ്ടുപിടിക്കുക ഫസ്റ്റ് ഓഫ് ഓൾ. അതിനുശേഷം ആ ഇന്റീജേഴ്സിൻ്റെ സം കണ്ടുപിടിക്കണം. അത് രണ്ടും ആഡ് ചെയ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഇന്ന് എടുക്കാൻ പറ്റില്ല, അത് പാടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ സോൾവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഞാൻ ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഞാൻ സോൾവ് ചെയ്ത് കാണിച്ചു തരാം. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ തരാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു p ഈസ് ഗ്രേറ്റർ ദാൻ 50, q ഈസ് ഗ്രേറ്റർ ദാൻ 60. ഓക്കെ, അത് അവിടെ ഇരിക്കട്ടെ, മാറിയിരിക്കട്ടെ. ഇത് ഇവിടെ പറഞ്ഞേക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളെ രണ്ട് നമ്പർ പിയും ക്യൂവും, അതിപ്പോൾ സപ്പോസ് അത് x:y റേഷ്യോയിലാണെന്ന് വെച്ചോ. x:y റേഷ്യോയിലാണ്, എക്സ് എന്നിട്ട് y റേഷ്യോയിലാണെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ 16 HCF ആണെങ്കിൽ ഇത് രണ്ടിലും 16 ഉണ്ടാവുമല്ലോ. ഇതെന്താണ്? പ്രൊഡക്റ്റ് അല്ലേ പറഞ്ഞേക്കണേ, ഇൻറ്റു. അപ്പോൾ 16y എന്നിട്ട് 16x എന്ന് വരും അല്ലേ? കാരണം HCF ആണെങ്കിൽ രണ്ട് നമ്പറിലുണ്ടാവും. അപ്പോൾ ഇതല്ലേ നമ്മളെ p, ഇതാണ് നമ്മളെ q. ഓക്കെ, എക്സും y വരുന്നപ്പോൾ അത് അതിൻ്റെ റേഷ്യോ ആയിരുന്നു. ബട്ട് ഇപ്പം 16 കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ അതെന്തായി? നമ്മളെ എന്തായി? നമ്പറായി, പിയും ക്യൂവും. ഓക്കെ, ഈക്വൽ ടു ഈ പ്രൊഡക്റ്റ് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 7168. 7168 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ 16 കട്ട് ചെയ്യണം. ഈ 16 ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 71 എത്ര തവണ വരും? 4 ടൈംസ്. ഓക്കെ, 4 ടൈംസ് ആണെങ്കിൽ അത് എത്ര വരും? 64. പിന്നെ ബാക്കി എത്രയാണ്? 64 വരും. ഞാൻ നിങ്ങൾക്ക് ഇത് ചെയ്ത് തരണോ? കട്ട് ചെയ്യണോ? നിങ്ങൾ ചെയ്യുമല്ലോ. ഓക്കെ, ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കാം. 64 ആയിരിക്കും ഇതിൽ വരണം. അപ്പോൾ ഇതിൽ ബാക്കി എത്ര വരും? 76. 76ലും 4 ടൈംസ് വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 12, 128. 128ൽ എത്ര തവണ വരും? 16, 80, 96, 112, 128 അല്ലേ? അപ്പോൾ 6, 7, 8 എട്ടാമത്തത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി. ഇനി 16, ഈ 16 ഉണ്ട്, അത് കട്ട് ചെയ്തോ. അപ്പോൾ ഇവിടെ എത്ര വരും? 2 ടൈംസ് 32. അപ്പോൾ ഇത് 12, 128. അപ്പോൾ 8 തവണ 28 നമുക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ x y വാല്യൂ എത്ര കിട്ടി നമുക്ക്? x y = 28 കിട്ടി. ഇനി ഇതിൻ്റെ പോസിബിൾ വാല്യൂസ് കണ്ടെത്തുക, എന്നിട്ട് ആ കണ്ടീഷൻ മറക്കാതെ അതിൽ ലിങ്ക് ചെയ്യാൻ നോക്കുക. ഓക്കെ, അങ്ങനെ വരുമ്പോഴേ നമുക്ക് ആൻസർ കിട്ടാൻ സാധ്യതയുള്ളൂ. ഒരു സെക്കൻഡ്. ഓക്കെ, ശരി. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 1 × 28 എന്തായാലും വരാം. ഓക്കെ, ഒരു പോസിബിലിറ്റി. അടുത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 4 × 7 ഉണ്ട് അല്ല, 4 × 7 മുമ്പ് വരും. 2 × 14 ഉണ്ട്. ഓക്കെ, അടുത്ത് എത്രയാണ്? 4 × 7 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു പോസിബിൾ നമുക്ക് വാല്യൂസ് എടുക്കാം. പക്ഷേ 2 × 14 എടുക്കാൻ പറ്റില്ല. കാരണം എന്താണ്? ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിൽ കോമൺ ഫാക്ടർ വരാൻ പാടില്ല, അത് എടുത്ത് കളഞ്ഞോ. ഇപ്പം നമ്മളിലുള്ളത് 2 ഓപ്ഷൻ. ഇനി പിൻ്റെ വാല്യൂ എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? ഗ്രേറ്റർ ദാൻ 50. പി എന്ന് പറഞ്ഞാൽ എന്താണ്? 16x ആണ്. 16x. എക്സിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ 16 × 1 എത്ര വരും? = 16. അത് ഗ്രേറ്റർ ദാൻ 50 ആണോ? അല്ല. അപ്പോൾ നമുക്കത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ വാല്യൂ നമുക്ക് ഡിസ്കാർഡ് ചെയ്യേണ്ടി വരും. ഇനി അടുത്ത് ഇവിടെ നോക്കാം. പിൻ്റെ വാല്യൂ എത്രയാണ്? 16x അല്ലേ? അപ്പോൾ 16x എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? 16 × 4. 16 × 4 എത്രയാണ്? 64. അത് ഗ്രേറ്റർ ദാൻ 50 ആണോ? കറക്റ്റ് ആണ്. ഇനി നമുക്ക് 7ൻ്റെ അത് നോക്കാം. ഈ ഒരു y-ൻ്റെ വാല്യൂ ഇട്ട് നോക്കാം. y-ൻ്റെ വാല്യൂ നമുക്കറിയാം 16y ആണ്. 16y എന്ന് പറഞ്ഞാൽ 16 × 7 = എത്രയാണ്? 16 7 എത്രയാണ്? 112. അപ്പോൾ നമ്മൾ എന്താണ് വാല്യൂ കിട്ടിയത്? 112 ആണ് നമുക്ക് അവിടെ വാല്യൂ കിട്ടിയത്. ഓക്കെ, 112 എന്നല്ല, 96, 112 കറക്റ്റ് തന്നെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സം ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് 2 നമ്പേഴ്സ് കിട്ടി. ഇതെന്താണ്? പി ആണ്,
ഇത് ക്യൂ ആണ്. ഇനി സം ആണ് നമുക്ക് ചോദിച്ചിട്ട് പി പ്ലസ് ക്യൂ. പി പ്ലസ് ക്യൂ എത്ര ആയിരിക്കും? കളർ മാറ്റാം, അല്ലെങ്കിൽ ഇതെല്ലാം കൺഫ്യൂഷനാണ്. പി പ്ലസ് ക്യൂ എത്ര ആയിരിക്കും? പി പ്ലസ് ക്യൂ എന്ന് പറഞ്ഞാൽ 112 പ്ലസ് 64 ഈക്വൽ ടു എത്രയാണ്? 64 പ്ലസ് 112 ആക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ധരിക്കും അല്ലേ? 64 പ്ലസ് 112. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര കിട്ടും? ഇത് 6 പിന്നെ 7 176. നിങ്ങൾ ആൻസർ 176 ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇങ്ങനത്തെ രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യേണ്ടത്. മനസ്സിലായോ നിങ്ങൾക്ക്? ഇതാണ് ബേസിക് രീതി. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സെയിം പാറ്റേണിലുള്ള സെയിം ക്വസ്റ്റ്യൻ. ഓക്കെ, ആദ്യം ചെയ്തത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമുക്കിത് ഞാൻ സോൾവ് ചെയ്ത് കാണിച്ചു തരാം. ആദ്യം നിങ്ങൾ ട്രൈ ചെയ്യും. ഓക്കെ, ഓക്കെ, നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പോസ് ചെയ്യുക, എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ എന്തായാലും സോൾവ് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ എന്താണെന്ന്. ഓക്കെ, സോൾവ് ചെയ്ത് നോക്കാം നമുക്ക്. ഒരു സെക്കൻഡ്. ഓക്കെ, ദ പ്രൊഡക്റ്റ് ഓഫ് 2 integers A and B. ഓക്കെ, രണ്ട് ഇൻറ്റിജറിൻ്റെ പ്രൊഡക്റ്റ് എന്താണ്? A യും B യും ആണ്. വേർ A is greater than 90 എന്നിട്ട് B is greater than 120. ഓക്കെ, ഇത് നമ്മൾ ഓർമ്മിച്ച് വയ്ക്കുക, ഇത് മറക്കരുത്. ഓക്കെ, ഇതിന് ശകലം കുറയ്ക്കണമല്ലോ. ശരി, അപ്പോൾ നമ്മളിൽ തന്നേക്കുന്ന ഡേറ്റ എന്താണ്? ഞാൻ പറഞ്ഞതുപോലെ രണ്ട് നമ്പർ ഏതൊക്കെയാണ്? എയും ബിയും ആണ്. അതിൻ്റെ നമ്മൾ റേഷ്യോയുടെ ഫോമിൽ എഴുതുകയാണെങ്കിൽ എക്സും വൈ എന്ന് എഴുതാം. എന്നിട്ട് ഇവിടെ എന്താണ്? പ്രൊഡക്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്, ഇൻറ്റു. അപ്പോൾ ഇതെന്താണ്? അവർ HCF എന്താണ് വന്നിട്ടുള്ളത്? രണ്ടിലും കോമൺ ആയിട്ടുള്ളത് എന്താണ്? 19 ഈക്വൽ ടു എത്രയാണ്? 12,635. ഓക്കെ, വലിയ സംഖ്യയാണ്, പേടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഈസിലി സോൾവ് ചെയ്യാൻ പറ്റും. 19 കൊണ്ട് കട്ട് ചെയ്യുക. 19 കൊണ്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ എത്ര തവണയാണ്? 19 114 6 ടൈംസ്. ഓക്കെ, 12 വരും 123, അതും 6 ടൈംസ് തന്നെ വരും. അപ്പോൾ എത്ര വരും? 6 3 9 114 ഓക്കെ, 6 ടൈംസ് എന്ന് പറഞ്ഞാൽ. അപ്പോഴാണ് എത്രയാണ് പറഞ്ഞാൽ? 6 3 9 95. അപ്പോൾ 5 665. ഇപ്പോൾ 19 ഫർദർ കട്ട് ചെയ്യുകയാണെങ്കിൽ എത്ര വരും? 6 ടൈംസിൽ വരുമ്പോൾ 3 എത്രയാണ്? 57 ആണ്. 19 × 3 57. പിന്നെ ബാക്കി വരുന്നതാണ് 9 95, അത് 5. ഓക്കെ, ശരി. ഇനി നമുക്ക് കിട്ടിയ എന്താണ്? എക്സ് ഇൻറ്റു വൈ, അല്ലെങ്കിൽ എക്സ് ഇൻറ്റു വൈൻ്റെ വാല്യൂ എത്ര കിട്ടി? 35 ആണ്. ഇനി അങ്ങനെ പോസിബിൾ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് നോക്കണം. 1 × 35 ഉണ്ട് ഒന്ന്. പിന്നെ അടുത്ത് വരാൻ സാധ്യത ഉള്ളത് 5 × 7 എന്ന് വരാം. 5 × 7 എന്ന് എടുക്കേണ്ട കാരണം എന്ന് പറഞ്ഞാൽ എനെക്കാട്ടിയും വലുതാണ് ബി. അതുകൊണ്ട് എന്തായാലും വലിയ സംഖ്യ ബിക്ക് തന്നെ അലോട്ട് ചെയ്യണം, അല്ലെങ്കിൽ എക്സിന് അലോട്ട് ചെയ്യണം. ഓക്കെ, ശരി. ഇനി നമുക്കിതിനെ യൂസ് ചെയ്യാം. എക്സിൻ്റെ വാല്യൂ ആണ് 5, വൈൻ്റെ വാല്യൂ എന്താണ്? 7. നിങ്ങൾക്കറിയാം ഇത് ഞാൻ യൂസ് ചെയ്യാത്തതിൻ്റെ കാരണം എന്താണ്? സിമ്പിളാണ്. 19 × 1 എത്രയാണ്? 19 ആണ്. പക്ഷെ അവർ പറഞ്ഞ് അതാണ് എന്താണ്? എൻ്റെ വാല്യൂ. 19 × 1 എന്ന് പറഞ്ഞാൽ എൻ്റെ വാല്യൂ വരണം. പക്ഷേ എൻ്റെ വാല്യൂ എന്താണ്? ഗ്രേറ്റർ ദാൻ 90 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എടുക്കാൻ പറ്റില്ല ഫസ്റ്റ്. ഇത് മാത്രമേ ചിലപ്പോൾ ചാൻസ് ഉള്ളൂ. ഇത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. എന്താണ്? 5 × 9 19 സോറി, ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? 19x എന്ന് പറഞ്ഞാൽ എന്താണ്? 19 × 5 ഈക്വൽ ടു എത്രയാണ്? 95. അത് നമ്മളെ കണ്ടീഷൻ മീറ്റ് ആവുന്നുണ്ട്, കറക്റ്റ് ആണ്. ഓക്കെ, ശരി. അടുത്ത് ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എന്താണ്? 19y ആണ്. 19y എന്ന് പറഞ്ഞാൽ 19 × y. 19 × y എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? 19 × 7. 19 × 7 എത്രയാണ് നമുക്ക് വരുന്നത്? 112 അല്ലേ? 112 തന്നെ അല്ല, സോറി 133 133. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്? ഡിഫറൻസ് ഓഫ് ദിസ് 2 നമ്പേഴ്സ്. നമുക്ക് രണ്ട് നമ്പർ കിട്ടി. 95 എ എന്ന് പറഞ്ഞാൽ 95, ബി എന്ന് പറഞ്ഞാൽ 133. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എടുക്കുക. നെഗറ്റീവിൽ എടുക്കണമെന്ന് നിർബന്ധമില്ല. A - B B - A എന്ന് കൊടുത്തിട്ടില്ല. അപ്പോൾ എക്സാമിൽ എങ്ങനെയാണ് ഓപ്ഷൻ വരണം അതനുസരിച്ച് ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ ഇത് പോസിറ്റീവ് ഇൻറ്റീജർ എന്നുള്ള രീതിയിൽ എടുക്കുകയാണ്. ഇതിനെ സബ്സ്ട്രാക്ട് ചെയ്യുക. എന്താണ്? B - A എടുക്കുകയാണ്. B - A ഈക്വൽ ടു എന്താണ്? 133 - 95. ഓക്കെ, അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ഇതിനെ മൈനസ് ചെയ്യുകയാണെങ്കിൽ എത്ര വരും? ഇവിടെ നിന്ന് 5 33 എന്ന് പറഞ്ഞാൽ 38 ആണ് നമ്മളെ ആൻസർ. ഓക്കെ, ക്ലിയർ ആണ്? 38 ആണ് നമ്മളെ ആൻസർ. അപ്പോൾ ഇത് എടുക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞില്ല, അവിടെ സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല. ഡിഫറൻസ് ഓഫ് ദ 2 നമ്പേഴ്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ അങ്ങനെ രീതിയിൽ എടുക്കാം. അല്ലെങ്കിൽ നമ്മൾ എക്സാമിൽ ചിലപ്പോൾ അവർ തരും A - B അല്ലെങ്കിൽ B - A എന്ന് സ്പെസിഫിക് ആയിട്ട്. അങ്ങനെയാണെങ്കിൽ അവർ പറയുന്ന രീതിയിലേ ചെയ്യാവും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് വെക്കാം. ഇത് നിങ്ങൾ ഹോംവർക്ക് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾക്ക് ഇത് ഡൂയബിൾ ആണ്. ഇതിൻ്റെ ഞാൻ ആൻസർ ഇവിടെ എഴുതിയിട്ടേക്കാം. എത്ര? 5ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? 5ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇത് ഹോംവർക്ക് ആണ്. ഓക്കെ, ഹോംവർക്ക്
ഇതിൻ്റെ അഞ്ചാമത്തെ ക്വസ്റ്റൻ്റെ ആൻസർ ഒരു ഉണ്ട്, ഞാൻ നോക്കട്ടെ. ഓക്കെ ശരി, ഇത് ഞാൻ ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം, വീട്ടിൽ പോയിട്ട് നോക്കണം. ഇനിയാണ് അടുത്ത ക്രൂഷ്യൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്പെസിഫിക് ഏരിയ നിങ്ങൾ അറിഞ്ഞിരിക്കും. ഞാൻ ആദ്യമേ പഠിപ്പിച്ചിട്ടുണ്ട് ഫസ്റ്റ് വീഡിയോയിൽ, എന്താണ് ലോങ് ഡിവിഷൻ മെത്തേഡ്. നിങ്ങൾ മറന്നതാണ് ചിലപ്പോൾ, ഞാൻ എന്തായാലും ഒരിക്കലും പഠിപ്പിച്ചു തരാം. ലോങ് ഡിവിഷൻ മെത്തേഡ് വെച്ചാണ് ഇത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇത് സോൾവ് ചെയ്യാൻ പറ്റില്ല, പാടാണ്. ഓക്കെ, നമ്മൾ ലോങ് ഡിവിഷൻ മെത്തേഡ് വെച്ച് ചെയ്യുക, അല്ലെങ്കിൽ പാടാണ്. അതുകൊണ്ട് നമുക്ക് അത് നോക്കാം എങ്ങനെയാണ് ചെയ്യണം എന്നുള്ള ഒരു ബേസിക്. ഞാൻ ലോങ് ഡിവിഷൻ മെത്തേഡ് ആദ്യം പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. ഓക്കെ, സപ്പോസ് ഞാൻ നിങ്ങളോട് പറയാണ് രണ്ട് സംഖ്യ HCF കണ്ടെത്താൻ. ലോങ് ഡിവിഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത് HCF കണ്ടെത്താനാണ്. ഓക്കെ, ബട്ട് നമ്മൾ ഇവിടെ ലോങ് ഡിവിഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ റിവേഴ്സ് ഒരു മെത്തേഡാണ്, റിവേഴ്സ് കണ്ടുപിടിക്കാനാണ്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ് കണ്ടുപിടിക്കണം എന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ നോക്കാൻ പോണത്. ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ലോങ് ഡിവിഷൻ മെത്തേഡ് ചെയ്ത് നോക്കാം. 24 18ൻ്റെ HCF കണ്ടുപിടിക്കാൻ പറഞ്ഞെന്ന് വെച്ചോ, ലോങ് ഡിവിഷൻ മെത്തേഡ് വെച്ച്. ലോങ് ഡിവിഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ 18 ചെറിയ സംഖ്യ എന്താണ് ഡിവൈസർ ആയിട്ട് എഴുതും. ഇതെന്താണ് ഡിവിഡൻഡ്. 24 വലിയ സംഖ്യ എഴുതും. പിന്നെ ഇവിടെ വരണം എന്താണ് കോഷ്യന്റ്. ഓക്കെ, ക്ലിയർ ആണ്? ശരി, ഇനി 24ൽ 18 എത്ര തവണ ഉണ്ട്? ഒരു തവണ. അപ്പോൾ നമ്മൾ ഇവിടെ അടുത്തെന്ത് എഴുതും? 18. ക്ലിയർ ആണ്? ശരി, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ സബ്സ്ട്രാക്ട് ചെയ്യും. സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 6. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ഡിവൈസർ ആയിട്ട് എഴുതും. പിന്നെ ഇവിടുത്തെ ഡിവൈസർ എന്ത് ചെയ്യും? ഇവിടുത്തെ ഡിവൈസർ എന്താവും? ഇവിടുത്തെ ഡിവിഡൻ്റായി മാറും. ഓക്കെ, ഇവിടുത്തെ ഡിവിഡൻ്റായി മാറും. എത്രയായത്? 18 തന്നെ. ശരി, ഇനി ഒരു കാര്യം, ഞാൻ ഒരു കളർ മാറ്റിയിട്ട് ഈ 1. ഓക്കെ, ഇനി ഇവിടെ എത്ര തവണ? 18ൽ എത്ര തവണ ഉണ്ട്? 6. 3 തവണ അല്ലേ? 3 തവണ. അഗെയിൻ കളർ മാറട്ടെ. 3 തവണ. അപ്പോൾ ഇത് എത്രയാവും? അപ്പോൾ ഇവിടെ എത്രയാവും? 18 റിമൈൻഡർ എത്ര വരും? 0. ഈ ലോങ് ഡിവിഷൻ മെത്തേഡിൻ്റെ പ്രത്യേകത ഇതാണ്, അതിൻ്റെ റിമൈൻഡർ എപ്പോഴും 0 വരുള്ളൂ. ഓക്കെ, ആ രീതിയിലാണ് ഇത് ഫോർമുലേറ്റ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഇത്രയും ചെയ്തത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ ഒരിക്കലും റിവേഴ്സ് എടുക്കുക, അത് എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കുക. അതൊക്കെ ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്യാം. 24 എന്താണ് നമുക്ക് തന്നേക്കുന്ന നമ്പർ? വലിയ സംഖ്യ ഡിവിഡൻ്റ് ആയിട്ട് എഴുതുക, ചെറിയ സംഖ്യ ഡിവൈസർ ആയിട്ട് എഴുതുക. ഇനി 24ൽ എത്ര തവണ ഉണ്ട്? അത് 18 ഒരു തവണയേ ഉള്ളൂ. അപ്പോൾ 1 കോഷ്യൻ്റ് ആയിട്ട് എഴുതുക. അടുത്ത് ഇത് രണ്ടിൻ്റെ ഡിഫറൻസ് നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ഡിവൈസർ ആയിട്ട് എടുക്കും, അടുത്ത ഡിവൈസർ ആയിട്ട്. പിന്നെ ഇവിടുത്തെ ഡിവൈസർ എന്ത് ചെയ്യും? ഇവിടെ വന്നിട്ട് ഡിവിഡൻ്റ് ആയി വരും. ഓക്കെ, ഇനി 18ൽ 6 എത്ര തവണ ഉണ്ട്? 3 തവണ ഉണ്ട്. 18ൽ എത്ര തവണ ഉണ്ട്? 6 3 തവണ. അപ്പോൾ 18. അപ്പോൾ ലാസ്റ്റ് റിമൈൻഡർ എത്ര വരും? 0. ക്ലിയർ ആണ്? ഇനി എക്സാമിൽ നമ്മളോട് ചോദിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമുക്ക് ഈ എല്ലാ ഡേറ്റ എടുത്ത് കളയും. ഈ ഡേറ്റ ഒന്നും തരില്ല. ഓക്കെ, ഇത് തരില്ല, ഇത് തരില്ല, പിന്നെ ഇതും തരില്ല. ഇപ്പം നമുക്കിവിടെ ഇതുണ്ട്, ഇതും വേണ്ട, നമുക്ക് ഇതും തരില്ല. നമുക്ക് തരുന്ന ഡേറ്റ എന്തായിരിക്കും? ഇതാണ്. എന്താണ്? മോളിൽ നിന്ന് താഴെ ടോപ്പ് ടു ബോട്ടം ക്വസ്റ്റ്യൻ്റെ ഇതെന്താണ്? ഫസ്റ്റ് 1 ആണ്, സെക്കൻഡ് 2 ആണ്, 3 ആണ്. എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ്റ് എന്താണ് തരും അവർ? ക്വസ്റ്റ്യൻ്റ് ഈക്വൽ ടു 1 3 എന്ന് പറയും, ഫ്രം ടോപ്പ് ടു ബോട്ടം. ഓക്കെ, എന്നിട്ട് ലാസ്റ്റ് റിമൈൻഡർ ഈ മെത്തേഡിൽ HCF ആണ്. ഓക്കെ, ലാസ്റ്റ് റിമൈൻഡർ എന്താണ്? അല്ലെങ്കിൽ ലാസ്റ്റ് ഡിവൈസർ എന്ന് പറയും. ലാസ്റ്റ് റിമൈൻഡർ ഓർ ലാസ്റ്റ് ഡിവൈസർ ഈക്വൽ ടു 6 എന്ന് വരും. ഓക്കെ, ലാസ്റ്റ് ഡിവൈസർ അല്ലെങ്കിൽ ലാസ്റ്റ് റിമൈൻഡർ 6 എന്ന് പറയും, അല്ലെങ്കിൽ HCF 6 എന്ന് പറയും. അപ്പോൾ എല്ലാത്തിൻ്റെ അർത്ഥം എന്താണ്? സെയിം ആണ്. ഓക്കെ, ഇനി നമ്മളോട് പറയും നമ്പർ കണ്ടുപിടിച്ച് കാണിച്ചു തരാൻ പറയും. അപ്പോൾ നമ്മൾ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കും? ഞാൻ ഒരു മെത്തേഡ് പറയാം. ആക്ച്വൽ മെത്തേഡ് ഇതല്ല, പക്ഷേ നിങ്ങൾക്ക് വെറും കോൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്കറിയാം എന്താണ്? റിമൈൻഡർ 0 ആയിരിക്കും വരണത്, എന്തായാലും 0 ആണ് വരണത്. ഓക്കെ, എന്നിട്ട് ഡിവൈസർ ഇൻറ്റു ഡിവിഡൻ്റ് ആണ്, എന്താണ് ഡിവൈസർ ഇൻറ്റു കോഷ്യൻ്റ് ആണ് ഇവിടെ വരണ വാല്യൂ തന്നെയല്ല. അപ്പോൾ എന്താണ്? 6 × 3 18. ഇവിടെ 18 ഞാൻ വേറെ കളറിൽ എഴുതാം, നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, സോറി. ഞാൻ ഓക്കെ, ശരി, കുഴപ്പമില്ല. നിങ്ങളത് മനസ്സിലാക്കിയാൽ മതി. ഞാൻ എന്തായാലും ഇങ്ങനെ എഴുതിപ്പോയി. ഇനി നിങ്ങൾ നോട്ട്സ് ആയിട്ട് തരാൻ വേണ്ടിയല്ലേ വെച്ചിരുന്നത്, അതുകൊണ്ടുള്ള ചെറിയ പ്രശ്നം. കുഴപ്പമില്ല. 6 × 3 എത്രയാണ്? 18. ഓക്കെ, ഇനി 18നെ യാതൊരു മൈനസ് ചെയ്തപ്പോഴാണ് 0 എന്ന് റിമൈൻഡർ വന്നത്. ഒബ്വിയസ്ലി 18നെ മൈനസ് ചെയ്തല്ലേ 0 വരുള്ളൂ. ക്ലിയർ ആണ്? 18നെ യാതൊരു സംഖ്യയുടെ മൈനസ് ചെയ്തപ്പോഴാണ് നമുക്ക് റിമൈൻഡർ 0 കിട്ടിയത്.
അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും 18 തന്നെ വരും. 18 മൈനസ് 18 ആണ് 0 വരുന്നത്. ക്ലിയർ ആണല്ലോ? ശരി. ഇനി നമ്മൾ പറഞ്ഞെന്താണ്, ഇവിടുത്തെ ഡിവൈസറിനെയാണ് ഇവിടെ ഡിവിഡൻഡ് ആക്കി എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി മുന്നോട്ട് പോകുമ്പോൾ ഓപ്പോസിറ്റ് ചെയ്താൽ മതി. ഈ ഇവിടുത്തെ ഡിവിഡൻഡിനെ ഇവിടുത്തെ ഡിവൈസർ ആക്കുക, ഇതിനെ ഇങ്ങോട്ട് മുകളിലോട്ട് കയറ്റുക, മുകളിലോട്ട് കൊണ്ടുപോകുക. ഓക്കെ, അപ്പോഴെന്തരും 18 വരും. തന്നെ 18 വരും. ക്ലിയർ ആണോ? 18 ആണ്. ഇനി ഇവിടെ ഒരു സംഖ്യ നോക്കണമെങ്കിൽ എന്താണ്, 18 × 1 18 എന്ന് വരും. ഓക്കെ, 18 × 1 18 എന്ന് വരും. ഇനി യാതൊരു സംഖ്യയുടെ 6 കുറച്ചപ്പോഴാണ് എന്താണ്, 18 എന്നുള്ളത് ഇവിടെ കിട്ടി. ഓക്കെ, യാതൊരു സംഖ്യയുടെ 18 കുറച്ചപ്പോൾ നമുക്ക് 6 കിട്ടി. അങ്ങനെയാണെങ്കിൽ 18ൽ ആ 6 കൂട്ടിയാൽ ആ സംഖ്യ കിട്ടുമല്ലേ? മനസ്സിലായോ നിങ്ങൾക്ക്? ഇറ്റ് വാസ് സംതിങ് വാസ് സബ്സ്ട്രാക്റ്റഡ് ഫ്രം 18, അല്ലെങ്കിൽ 18 വാസ് സബ്സ്ട്രാക്റ്റഡ് ഫ്രം സം വൺ. യാതൊരു നമ്പറിൽ നിന്ന് 18 കുറച്ചു, അപ്പോൾ നമുക്ക് റിമൈൻഡർ എത്ര വന്ന്? 6 വന്ന്, 6 എന്ന് വന്ന്. അങ്ങനെയാണെങ്കിൽ തിരിച്ച് റിവേഴ്സ് പോകണമെങ്കിൽ 18ൽ ആ 6 ആഡ് ചെയ്താൽ പോരെ? മനസ്സിലായോ നിങ്ങൾക്ക്? ഇപ്പോൾ 18ൽ 6 ആഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? 24. അപ്പോഴല്ലേ 24 മൈനസ് 18 അല്ലേ 6 വരണത്. അപ്പോൾ അങ്ങനെ ഇത് രണ്ടിനെ മൈനസ് ചെയ്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? ഈ സംഖ്യ കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിനെ ആഡ് ചെയ്തു. ബേസിക്കലി ഞാൻ കാണിച്ചു തരാം എന്താണ് പറ്റണമെന്ന്. 24 മൈനസ് 18 ഈക്വൽ ടു 6 ആണ്. തന്നെ ശരിയാണ്. ഇനി നമുക്ക് 24 അറിഞ്ഞൂടാന്ന് വെച്ചോ. ഇവിടെ നമ്മൾ എക്സ് എന്നുള്ള വാല്യൂ കിട്ടി. അങ്ങനെയാണെങ്കിൽ 18 അപ്പുറത്ത് പോകും. എക്സ് ഈക്വൽ ടു എന്താവും? 6 പ്ലസ് 18 ഈക്വൽ ടു 24. ക്ലിയർ ആണോ? മനസ്സിലായ? ഈ രീതിയിൽ. അപ്പോൾ ഇനി നമ്മളോട് അവർ ചോദിക്കണം ചോദ്യം എന്താണ്? വാട്ട് ആർ ദ നമ്പേഴ്സ്. അപ്പോൾ ഇത് ഒരു നമ്പറാണ്, ഇത് വേറൊരു നമ്പറാണ്. ക്ലിയർ ആണ്? ഇതാണ് നമ്മൾ എന്താണ് ലോങ് ഡിവിഷൻ മെത്തഡിന് നമ്മൾ യൂസ് ചെയ്യണത്. ഇനി ശരി, ഇതായിക്കോട്ടെ, നമ്മളെ യഥാർത്ഥ മെത്തഡിലോട്ട് പോകാൻ. നമ്മളെ യഥാർത്ഥ മെത്തഡിൽ നമ്മൾ വേറെ കൂടുതൽ കഷ്ടപ്പാടൊന്നുമില്ല. ഞാൻ പറഞ്ഞുതരാം എന്ത് ചെയ്യണമെന്ന്. ഇത് ഞാൻ മാക്കിയാണ്. ഓക്കെ, നമുക്കറിയാം ടോപ്പ് ടു ബോട്ടം ഉള്ള കോഷ്യന്റ് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ടോപ്പ് ടു ബോട്ടം ഉള്ള കോഷ്യന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണ്? നമുക്ക് 1 ഉം 3 ആണ്. കോഷ്യന്റ് എന്ന് പറഞ്ഞാൽ 1 ഉം 3 ആണ്. കോഷ്യന്റ് 1 ഉം 3. പിന്നെ ലാസ്റ്റ് റിമൈൻഡർ എന്താണ്, അല്ലെങ്കിൽ HCF എന്താണ്? ഈക്വൽ ടു 6 എന്ന് തന്നിട്ടുണ്ട്. തന്നല്ല? ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ആ ഓർഡറിൽ തന്നെ എഴുതണം. എന്താണ്? ശരി. ശരി. അപ്പോൾ ഇതിൻ്റെ ഓർഡറിൽ എഴുതണം. എന്താണ്? 1 പിന്നെ 3. ഓക്കെ, ഈ ഓർഡറിൽ ഇങ്ങനെ എഴുതാം. പിന്നെ എന്ത് ചെയ്യണം? രണ്ടിനടുത്തും മൾട്ടിപ്ലിക്കേഷൻ ഇടണം. പിന്നെ രണ്ടിടത്ത് അഡീഷൻ. പിന്നെ ഒരു സ്പേസ് ഇട്ടിട്ട് രണ്ടിടത്തും ഈക്വൽ ടു. ഇത്രയും ചെയ്താൽ സിമ്പിളാണ്. ഓക്കെ, ഇനി ലാസ്റ്റ് റിമൈൻഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ലാസ്റ്റ് റിമൈൻഡർ അല്ല, നമ്മൾ ഫൈനൽ റിമൈൻഡർ വരുമ്പോൾ എന്താണ് വരുന്നത്? 0. ഓക്കെ, ഞാൻ ഇവിടെ ലാസ്റ്റ് റിമൈൻഡർ എന്നല്ലേ പറഞ്ഞത്? ലാസ്റ്റ് ഡിവൈസർ ആണ് കേട്ടോ, തെറ്റിപ്പോയി. ലാസ്റ്റ് ഡിവൈസർ. ഓക്കെ, ലാസ്റ്റ് ഡിവൈസർ ആണ് നമ്മളെ 6 എന്ന് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് റിമൈൻഡർ നമുക്കറിയാം ഫൈനലി ഈ ലോങ് ഡിവിഷൻ മെത്തേഡിൽ 0 വരുള്ളൂ. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാ ഇവിടെ 0 വരുള്ളൂ. 0 അതാണ് നമ്മൾ ഇവിടെ ചെയ്യണത്. ഓക്കെ, ഇവിടെ എന്ത് ചെയ്തു? 0 എഴുതി. ക്ലിയർ ആണോ? ശരി. ഇനി ലാസ്റ്റ് ഡിവൈസർ എന്തായിരുന്നു? നമുക്ക് കിട്ടിയ 6 അല്ലെങ്കിൽ HCF 6, അത് ഇവിടെ എഴുതും മൾട്ടിപ്ലിക്കേഷൻ്റെ അടുത്ത്. ഓക്കെ, ഇനി 3 × 6 എത്രയാണ്? 18. 18 + 0 ഒന്നുമല്ല, 18 തന്നെയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താണ് ചെയ്യണേ? ഈ 18നെ ഇങ്ങോട്ട് ക്രോസ് കൊണ്ടുവരും. ഓക്കെ, ഇവിടെ 18 കൊണ്ടുവരും. എന്നിട്ട് ഈ 6നെ ഇങ്ങോട്ട് കൊണ്ടുപോകും. 6. ഓക്കെ, 1 × 18 18. 18 + 6 24. ഇതാണ് നമ്മളെ ആ രണ്ട് നമ്പർ. ക്ലിയർ ആണോ? ലാസ്റ്റ് മുകളിലുള്ള രണ്ട് നമ്പേഴ്സാണ് നമ്മളെ നമ്പേഴ്സ്. ഓക്കെ, ഇനി നമുക്ക് വേറെ ഒരു എക്സാമ്പിളും കൂടെ ചെയ്യാം, കുറച്ചുകൂടെ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡിങ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. അതിനുശേഷം ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കാം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ ഞാൻ ഇത് വീണ്ടും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ വീണ്ടും നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യന് എന്തായാലും ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് നോക്കിയിട്ട് പോവാം. ഓക്കെ, നമുക്ക് എന്തായാലും റഷ് ചെയ്യണ്ട. രണ്ട് സംഖ്യ എടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ എന്താണ് പറയുന്നത്, കോഷ്യൻസ് വരത്തക്കുള്ള ഒരു സംഖ്യ എടുക്കാം. 72 ഒരു സംഖ്യ എടുത്തോ, പിന്നെ നമുക്കൊരു 15 എടുക്കാം. ഓക്കെ, കൂടുതൽ ക്വസ്റ്റ്യൻസ് വരും ഇതിൽ. ഓക്കെ, നമുക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ ഇതിനെ സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, ശരി, ഇത് വെച്ച് തന്നെ ചെയ്യാം. നിങ്ങൾക്കറിയാം വലിയ സംഖ്യ അകത്ത് വരും ഡിവിഡൻ്റ് ആയിട്ട്. എന്നിട്ട് ഡിവൈസർ എന്താണ്? 15. ഓക്കെ, ശരി. അടുത്ത് എത്ര തവണ വരും? 15 72 എത്ര തവണ വരും? 15 4 60. ഓക്കെ, അപ്പോൾ ഇത് എത്രയാണ്? 60 എന്ന് തന്നെ 60 വരും. ഓക്കെ, ശരി. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇത് രണ്ടിൻ്റെ ഡിഫറൻസ് നോക്കുക. ഇതിൻ്റെ ഡിഫറൻസ് ആണ് ഇവിടുത്തെ എന്താണ്? ഡിവൈസർ. എത്രയാണ് ഡിഫറൻസ്? 12.
ഇനി ഇവിടുത്തെ ഈ സംഖ്യ എന്ത് തരും? ഇവിടെ ഇങ്ങോട്ട് ഇറക്കും നമ്മൾ എന്ത് ആസ് എ ഡിവിഡൻറ്റ് അല്ലേ, ആസ് എ അപ്പോൾ ഡിവിഡൻറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇവിടെ വരുമ്പോൾ 15 ആവും. ഓക്കെ, കോഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇവിടെ കോഷ്യൻ്റ് നമ്മൾ എത്ര എടുക്കാം? 12 എത്ര തവണ പോകും 15ൽ? ഒരു തവണ. അപ്പോൾ 1 എന്ന് എഴുതുക. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ ആൻസർ 12. ഓക്കെ, ഇനി അടുത്ത് ഇതിൻ്റെ റിമൈൻഡർ എത്രയാണ്? 3. ഇനി ഇതിനെ നമ്മൾ എങ്ങോട്ട് ഇറക്കും? താഴോട്ട് ഇറക്കും. ഓക്കെ, അത് ഇതിനെ ഡിവിഡൻ്റ് ആയിട്ട് ഇറക്കും. ഡിവിഡൻ്റ് ആയിട്ട് ഇറക്കുകയാണെങ്കിൽ എത്ര വരും? 12 വരും. ഓക്കെ, 12. ഇനി നമുക്ക് ക്ലിയർ അറിയാമല്ല എന്താണ് സംഭവിക്കാൻ പോകണമെന്ന്. 12 ആണെങ്കിൽ, ഡിവിഡൻറ്റ് 12 ആണെങ്കിൽ എന്താണ് ഡിവൈസർ എത്ര, കോഷ്യൻ്റ് എത്ര ആയിരിക്കും? 3 4 ടൈംസ് അല്ലേ, അപ്പോൾ 12 അല്ലേ. അപ്പോൾ എന്താണ് 0 0 റിമൈൻഡർ എന്ന് 0 0 റിമൈൻഡർ എന്ന്. ഇനി നമുക്ക് എന്താണ് ക്ലിയർലി ഇവിടെ കാര്യം മനസ്സിലായത്? നമ്മൾ HCF എത്ര എന്ന് ചോദിച്ചാൽ നമുക്കറിയാം എന്താണ് 3 ആണ്. HCF 3 ആണ്. ലാസ്റ്റ് ഡിവൈസർ എന്ന് പറഞ്ഞാൽ 3 ആണ്. ഓക്കെ, ക്ലിയർ ആണല്ല? അപ്പോൾ ഇതിലുള്ള ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാലും 3 തന്നെയാണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ഫോമിൽ നമുക്ക് മൂവ് ചെയ്യാം. ക്വസ്റ്റ്യൻ ആകുമ്പോൾ എങ്ങനെയാണ് വരണം എന്നുള്ളത്. ഓക്കെ, ഇതിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? അവർ എക്സാമിനർ ഈ പോർഷൻ എല്ലാം മാച്ച് കളയും. നമുക്കൊന്നും തരില്ല, ഇതൊന്നും തരില്ല തന്നെ, ഇതൊന്നും പ്രൊവൈഡഡ് അല്ല. നമുക്ക് തരണം എന്താണ്? ഇത് മാച്ച് കളയാം. നമുക്ക് ഈ മെത്തേഡിൽ ചെയ്യണ്ട, നമുക്ക് ഈ നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇതൊന്നും വേണ്ട നമുക്ക്. ഓക്കെ, നമുക്ക് തന്നേക്കുന്ന നമ്പർ എന്തായിരിക്കും? കോഷ്യൻ്റ് എത്രയാണ്? കോഷ്യൻ്റ് ഈക്വൽ ടു ടോപ്പ് ടു ബോട്ടം പറയുന്നത് 4 1 4. ഓക്കെ, അടുത്ത് നമ്മൾ ലാസ്റ്റ് ഡിവൈസർ എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 3. ഇനി അവർ പറയും നമ്മളോട് എന്താണ്? നിങ്ങൾ ആ 2 നമ്പേഴ്സ് കണ്ടുപിടിച്ച് കാണിച്ചാൽ. ആക്ച്വലി ഈ HCF വന്നത് യാത് 2 നമ്പറിൻ്റെ ആണെന്നുള്ളത് കണ്ടുപിടിച്ച് കാണിച്ചാൽ എക്സാക്റ്റ് ആയിട്ടുള്ള ആ നമ്പർ കണ്ടുപിടിക്കാനാണ് പറയണത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? പറ്റും. നമ്മൾ മെത്തേഡ് കണ്ടുവരുന്നത് എന്താണ്? ആദ്യം എന്ത് ചെയ്യണം? ഈ കോഷ്യൻസിനെ നേരെ ആ ഓർഡറിൽ എഴുതുക. 1 4 1 4. ഓക്കെ, അതേ ഓർഡറിൽ എഴുതുക. ഞാൻ ഇവിടെ ആരോ ഇട്ടേക്കാം. ഇത് പിന്നെ ഇത്. ഓക്കെ, പിന്നെ ഇത് തന്നെ. ശരി, ഇനി എന്ത് ചെയ്യണം? ഇവിടെ N2 വേണം. ഇവിടെ N2. അടുത്ത് ഒരു സ്പേസ് വിട്ടിട്ട് പ്ലസ് ചെയ്യുക. പിന്നെ ഒരു സ്പേസ് വിട്ടിട്ട് ഈക്വൽ ടു. ഫൈനൽ ആൻസർ അപ്പുറത്താണ് എഴുതുന്നത്. ഇനി ഇമ്പോർട്ടൻറ്റ് കാര്യം ശ്രദ്ധിച്ചോ, പ്ലസിന് ശേഷം റിമൈൻഡർ എടുക്കുകയാണ് നമ്മൾ. നമുക്കറിയാം നോർമൽ റിമൈൻഡർ എന്ത് വരും? 0 വരും. അതുകൊണ്ട് അവിടെ 0 എഴുതുക. കാരണം ഈ മെത്തേഡിൽ, ലോങ് ഡിവിഷൻ മെത്തേഡിൽ എപ്പോഴും റിമൈൻഡർ 0 ആയിരിക്കും. ആ രീതിയിലാണ് ചെയ്യണത്. ഇവിടെ 0 വരും. ഇവിടെ എന്താണ്? ലാസ്റ്റ് ഡിവൈസർ ആണ്. ലാസ്റ്റ് ഡിവൈസർ എത്രയാണ്? 3 ആണ്. അപ്പോൾ ലാസ്റ്റ് ഡിവൈസർ 3 ആണെങ്കിൽ 4 × 3 എത്ര വരും? 12. 4 × 3 12. ശരി, ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ഇങ്ങനെയാണെങ്കിൽ അടുത്ത് നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരും. ഓക്കെ, ഇത് എത്രയാണ്? 12 ഇവിടെ എഴുതും. പിന്നെ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരും. അത് എത്രയാണ്? 3 ഇവിടെ എഴുതും. ഓക്കെ, ശരി, ഇനി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തോ. 1 × 12 എത്രയാണ്? 12 + 3 എത്രയാണ്? 12 + 3 നമുക്ക് എത്ര കിട്ടും? 15 കിട്ടി. ശരി, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് സ്റ്റെപ്പ്? സ്റ്റെപ്പ് പറ എന്താണ്? ഈ നമ്പറിനെ ഇവിടെ കൊണ്ടുവരും. അപ്പോൾ എത്രയാവും? 15. പിന്നെ നമ്മൾ എന്താണ്? ഈ സംഖ്യ ഇവിടെ കൊണ്ടുവരും. അതെന്താണ്? 12. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ആൻസർ വരും? 4 × 15 എത്രയാണ്? നമുക്ക് കിട്ടും 60. എന്നിട്ട് 60 + 12 എത്ര വരും? 72. അപ്പം സോറി, കളർ മാറിയേ, വേറെ ഒന്നും തെറ്റില്ല. ഓക്കെ, 72. അപ്പം നമ്മളെ നമ്പേഴ്സ് എന്തൊക്കെയാണ്? വാട്ട് ആർ ദ നമ്പേഴ്സ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം എന്താണ് നമ്പർ? ഈക്വൽ ടു 72ഉം 15ഉം. ഓക്കെ, ഇതാണ് നമ്മളെ നമ്പർ. ക്ലിയർ ആണോ? നിങ്ങൾക്ക് ഈ മെത്തേഡ് മനസ്സിലായോ എങ്ങനെയാണ് നമ്മൾ ചെയ്യണം എന്നുള്ളത്? അത് നന്നായിട്ട് മനസ്സിലാക്കി വെച്ചോ. എന്നിട്ട് നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. ഓക്കെ, നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. സോൾവ് ചെയ്തോ. ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ രീതി പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ ട്രൈ ചെയ്യും, സോൾവ് ചെയ്യും. ഓക്കെ, സോൾവ് ചെയ്തോ. ഓക്കെ, നിങ്ങൾ സോൾവ് ചെയ്തിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങൾ പോസ് ചെയ്തിട്ട് ട്രൈ ചെയ്യുക. ഓക്കെ, ഞാൻ ഇതിപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, ഇവിടെ നോക്കുക. ഇവിടെ നോക്കിയോ? ശരി, ഞാൻ പറഞ്ഞു 3 1 4 ആണ് ഇവിടുത്തെ കോഷ്യൻ്റ് എന്ന് പറഞ്ഞത് അല്ലേ. സീക്വൻസ് ഓഫ് കോഷ്യൻ്റ് പറഞ്ഞിട്ടുണ്ട് 3 1 4. അപ്പോൾ അതേ ഫോമിൽ എഴുതുക. 3 1 4 എന്ന് എഴുതുക. പിന്നെ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ, ഇവിടെയും മൾട്ടിപ്ലിക്കേഷൻ. ഒരു സ്പേസ് വിടുക. ഒരു സ്പേസ് വിട്ടിട്ട് അഡീഷൻ. എന്നിട്ട് ഇവിടെ എന്താണ്? ഈക്വൽ ടു. അതും ഒരു സ്പേസ് വിട്ടിട്ട്. നിങ്ങൾക്കറിയാം ലാസ്റ്റ് ലോങ് ഡിവിഷൻ മെത്തേഡിൻ്റെ എന്താണ്?
ഇവിടെ നോക്ക് സ്പെസിഫിക്കലി മെൻഷൻ ചെയ്തിട്ടുണ്ട് ലോങ് ഡിവിഷൻ മെത്തേഡ്, അത് ഓർമ്മിച്ച് വെക്കുക. ലോങ് ഡിവിഷൻ മെത്തേഡ് വെച്ചാണ് ഇത് കണ്ടുപിടിച്ചിട്ടുള്ളത് എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം എന്ന് പറഞ്ഞാൽ റിമൈൻഡർ 0 ആയിരിക്കും. ഓക്കെ, നമുക്കറിയാം ലോങ് ഡിവിഷൻ മെത്തേഡിൽ റിമൈൻഡർ 0 വരും. പിന്നെ ഡിവൈസർ നമ്മൾ എന്താണ് ലാസ്റ്റ് ഡിവൈസർ ഇവിടെ എഴുതും. അപ്പോൾ 4 × 6 എത്രയാണ്? 24. അപ്പോൾ 24 + 0 24 തന്നെയാണ്. ഇനി ഈ സംഖ്യ നമ്മൾ എന്ത് ചെയ്യും? മുകളിലോട്ട് കയറ്റും അല്ലേ? ഈ സംഖ്യ ഇങ്ങോട്ട് എഴുതും, എന്നിട്ട് ഇതിനെ ഇവിടെ എഴുതും. അപ്പോൾ നമുക്ക് എന്താണ് കിട്ടണത്? നമുക്ക് 24 ഇവിടെ എഴുതാം, 6 ഇവിടെ എഴുതാം. അപ്പോൾ നമ്മളെ ഫൈനൽ ആൻസർ എന്താണ്? 1 × 24 24, എന്നിട്ട് 24 + 6 30. ശരി, ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യും നമ്മൾ? അഗെയിൻ ഈ 30നെ ഇങ്ങോട്ട് എഴുതും, പിന്നെ ഇതിനെ 24നെ ഇങ്ങോട്ട് എഴുതും. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 30നെ ഇവിടെ എഴുതുമ്പോൾ 30, എന്നിട്ട് ഇവിടെ 24. ഓക്കെ, ശരി. ഇപ്പോൾ 30 × 3 എന്ന് പറഞ്ഞാൽ 90. 90 + 24 എത്ര വരും? 90 + 24 114. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് നമ്പേഴ്സ് അവർ ചോദിച്ചിരിക്കുന്നത് ലാസ്റ്റ് ഡിവൈസർ. ഫൈൻഡിങ് ദ HCF along division the sequence and the last divisor is 6. അവർ പറഞ്ഞിട്ടില്ല എന്താണെന്നുള്ളത്. ബേസിക്കലി നമ്മൾ രണ്ട് നമ്പേഴ്സാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അല്ലേ? ആ രണ്ട് നമ്പേഴ്സ് എന്തായിരിക്കും? ഈ മുകളിലുള്ള രണ്ട് നമ്പേഴ്സ് അല്ലേ? അതാണ്. ഈ നമ്പർ എടുക്കരുത്, ഇതല്ല നമ്മുടെ നമ്പർ, ആ മുകളിലുള്ള നമ്പർ എന്താണ്? 114 and 30. ഓക്കെ, ദീസ് ആർ ദ നമ്പേഴ്സ്. ക്ലിയർ ആണോ? ഇതാണ് ഈ മെത്തേഡ്. വളരെ എളുപ്പമാണ്, നിങ്ങൾ കോംപ്ലിക്കേറ്റ് ചെയ്തിരുന്ന വളരെ എളുപ്പമാണ്. ഓക്കെ, ഫൈൻഡ് ദ സം ഓഫ് ദ 2 നമ്പേഴ്സ് ആണ് ഇതിൽ ചോദിച്ചിട്ടുള്ളത്. ഈ ക്വസ്റ്റൻ ഒന്ന് വായിക്കുക, സോൾവ് ചെയ്യുക, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് സോൾവ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ചെയ്തോ. ഓക്കെ, നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഞാൻ സമയം കൂടുതൽ തന്നിട്ടില്ല, എനിക്കറിയാം. അപ്പോൾ നിങ്ങളൊരു പോസ് ചെയ്യുക വീഡിയോ, എന്നിട്ട് എന്ത് ചെയ്യണം? പോസ് ചെയ്തിട്ട് ചെയ്ത് നോക്കുക, എന്നിട്ട് കമ്പയർ ചെയ്ത് നോക്കുക ആൻസർ കറക്റ്റ് ആണോ ഇല്ലെന്ന്. ഓക്കെ, ഞാൻ ഇത് സോൾവ് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ ഫൈൻഡ് ദ HCF of 2 numbers using the long division method where the sequence of the quotients from top to bottom is 9, 8, 5 and the last divisor is 16. അപ്പോൾ നമുക്ക് ടോപ്പ് ടു ബോട്ടമിലുള്ള ക്വോഷ്യൻ്റ് തന്നിട്ടുണ്ട്. മുകളിൽ എന്താണ്? 9, പിന്നെ 8, പിന്നെ 5 അല്ലേ? എന്നിട്ട് ലാസ്റ്റ് ഡിവൈസർ 16 എന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി ഇങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്യണം? ഇൻറ്റു പിന്നെ ഒരു പ്ലേസ് വിട്ടിട്ട് പ്ലസ്, ഓക്കെ, പിന്നെ ഒരു പ്ലേസ് വിട്ടിട്ട് ഈക്വൽ ടു. ക്ലിയർ ആണ്? ശരി, ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ മെത്തേഡിൽ റിമൈൻഡർ എപ്പോഴും 0 വരും, അതുകൊണ്ട് ഇവിടെ 0 ഇടുക. പിന്നെ നമ്മളെന്താണ്? 16 ആണ് ലാസ്റ്റ് ഡിവൈസർ ഇവിടെ എഴുതുക. 5 × 16 എത്രയാണ്? 80. 80 + 0 80 തന്നെ. അപ്പോൾ ഇതിനെ ഇനി എന്ത് ചെയ്യണം? ഇതിനെ ഇവിടെ എഴുതുക, ഇതിനെ ഇവിടെ എഴുതുക. അപ്പോൾ 80 ഇങ്ങോട്ട് മുകളിലോട്ട് കയറ്റി എത്ര വരും? 80 തന്നെ വരും അല്ലേ? എന്നിട്ട് 16 ഇവിടെ കയറ്റുക, 80 സോറി. അപ്പോൾ 8 × 80 എന്ന് പറഞ്ഞാൽ 640. 640 + 18 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇത് ഞാൻ ആഡ് ചെയ്തത് എങ്ങനെയാണെന്ന് അറിയാലോ. 8 × 8 60 × 10 640. ഓക്കെ, ഇനി 16 ആഡ് ചെയ്തു 640ൽ എത്രയാണ്? 656 അല്ലേ? 656. ഇനി ഇതിനെ ഈ സംഖ്യ ഇങ്ങോട്ട് എഴുതുക, എത്രയാണ്? 656. എന്നിട്ട് ഇതിനെ ഇവിടെ എഴുതുക 80. ഓക്കെ, അങ്ങനെ എഴുതുമ്പോൾ ഇനി അടുത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ എളുപ്പമാണോ പാടാണോ? 9 × 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9 × 6 54 എന്ന് പറഞ്ഞാൽ 5400. 9 × 5 എത്രയാണ്? 45, ദറ്റ് ഈസ് 450 എന്ന് വരും. അപ്പോൾ ഞാൻ നേരത്തെ എത്ര പറഞ്ഞു? 9000, 5400, 5850, പിന്നെ 9 × 6 എന്ന് പറഞ്ഞാൽ 54. അപ്പോൾ എത്ര വരും? 850, 906 അല്ലേ? 5906 തന്നെയാണ്. 906 അല്ലല്ലോ, 904 അല്ലേ? 6 × 9 4 തന്നല്ല, തെറ്റിയാ? ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക്. 5904 656. ഓക്കെ, ആഡ് ചെയ്ത് നോക്കാം നമുക്ക്. 0, പിന്നെ 5, പിന്നെ വന്നത് എത്രയാണ്? 15 carry 1 6 6550. ഇതാണ് ആൻസർ എന്ന് ഞാൻ നോക്കട്ടെ. 6550 അല്ല, ആഡ് ചെയ്തതിൽ തെറ്റി. ഓക്കെ, ആഡ് ചെയ്തതല്ല, മൾട്ടിപ്ലിക്കേഷനിൽ തെറ്റി. 9 × 6 56. 656 കറക്റ്റാണ് നമുക്ക് വന്നത്. മൾട്ടിപ്ലൈ ചെയ്തൊക്കെ ഒരിക്കലും. ഓക്കെ, ഇത് വന്നിട്ട് 5400. ഓക്കെ, 5400. പിന്നെന്താണ്? 9 × 50 എന്ന് പറയുമ്പോൾ 450. ഓക്കെ, നോ ഇഷ്യൂസ്. 9 × 6 എന്ന് പറയുമ്പോൾ 56. അപ്പോൾ ബേസിക്കലി എത്ര വരണം? 80 ഞാൻ ആഡ് ചെയ്യാൻ വിട്ടുപോയി. സോറി. കറക്റ്റ് തന്നെയാണ്, ഞാൻ ചെയ്തത് കറക്റ്റ് തന്നെയാണ്. നമ്മൾ 80 എന്ന് പറയുന്ന സംഭവം ആഡ് ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ വന്നത് എന്താണ്? ആക്ച്വൽ ആൻസർ എന്ന് പറഞ്ഞാൽ നമ്മൾ 450, 900, 5984 എന്നുള്ള ആൻസർ വരും. കറക്റ്റാണ്.
കറക്റ്റാണ്. ഞാൻ 80 ആഡ് ചെയ്യാൻ വിട്ടുപോയതാണ് പ്രശ്നം വന്നത്. ഓക്കെ, 80 ആഡ് ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇനി എന്താണ് ആൻസർ കിട്ടുന്നത്? 4 + 6 10 ക്യാരി 1. അപ്പോൾ വരുമ്പോൾ 6 + 8 എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ 9 + 5 എന്ന് പറയുമ്പോൾ എത്രയാണ്? 14 ക്യാരി 1. 10 + 6 16 ക്യാരി 1 6 6640. ഇതാണ് നമ്മളെ ആൻസർ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ആൻസറിനെ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് കറക്റ്റ് തന്നെയാണ് കിട്ടിയെന്നുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സെയിം പാറ്റേൺ ആണ്. ഞാൻ കുറച്ച് ക്വസ്റ്റൻസ് എടുത്തിട്ടുണ്ട്, കാരണം നിങ്ങൾക്ക് പ്രാക്ടീസ് ആവാൻ വേണ്ടിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ക്വസ്റ്റൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഓക്കെ, നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. മീൻസ് നിങ്ങൾ പോസ് ചെയ്തിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ഞാൻ ഇപ്പം നിങ്ങൾക്ക് സോൾവ് ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫൈൻഡ് ദ HCF ഓഫ് 2 numbers യൂസിങ് ലോങ് ഡിവിഷൻ മെത്തേഡ് വേർ ദ സീക്വൻസ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ടോപ്പ് ടു ബോട്ടം ആണ് പറഞ്ഞിരിക്കുന്നത്. 2 1 3. ടോപ്പ് ടു ബോട്ടം ശ്രദ്ധിച്ചോളണം. ടോപ്പ് ടു ബോട്ടം ആണെങ്കിൽ മാത്രമേ ഇതേപോലെ ചെയ്യാവൂ. ബോട്ടം ടു ടോപ്പ് ആണെങ്കിൽ എന്നെ മറച്ചെടുത്തിട്ട് ചെയ്യണം. ഓക്കെ, ടോപ്പ് ടു ബോട്ടം എത്രയാണ്? 2 1 3 ഈ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്നിട്ട് ലാസ്റ്റ് ഡിവൈസർ എന്ന് പറഞ്ഞാൽ നമ്മൾ HCF 35 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിനെ മൾട്ടിപ്ലൈ. എന്താണ്? ഒരു സ്പേസ് വിട്ടിട്ട് ആഡ് ചെയ്യുക, ഒരു സ്പേസ് വിട്ടിട്ട് ആഡ് ചെയ്യുക. ഇവിടെ അങ്ങനെ തന്നെ ഒരു സ്പേസ് വിട്ടിട്ട് ഈക്വൽ ടു. ഓക്കെ, ഈക്വൽ ടു. ശരി, ഇനി ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് പറയണത്? ഓക്കെ, ശരി, 35. നമ്മളിവിടെ എന്താണ് റിമൈൻഡർ, ലാസ്റ്റ് റിമൈൻഡർ അല്ലെങ്കിൽ റിമൈൻഡർ എപ്പോഴും 0 ആയിരിക്കും. അതുകൊണ്ട് അവിടെ 0 എഴുതും. പിന്നെ ഡിവൈസർ എത്രയാണ്? നമ്മളെ ഡിവൈസർ നമുക്കറിയാം 35 ആണ്. 35 അപ്പോൾ 3 × 35 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 105 ആണ് അല്ലേ? 3 × 35 105. ഓക്കെ, 105 എഴുതുക. കാരണം എന്താണ്? +0 എന്ന് പറഞ്ഞാൽ 105 തന്നെ വരും. അപ്പോൾ ഇതിനെ ഇങ്ങോട്ട് കയറ്റണം. അപ്പോൾ ഇത് എത്രയും 105. എന്നിട്ട് ഇവിടെ എത്ര വരും? 35. അപ്പോൾ ഇതിനെ ആഡ് ചെയ്യുകയാണെങ്കിൽ എത്ര വരും? 140. ഇവിടെ 140 വരും. ശരി, അടുത്ത അഗൈൻ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരും, ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോകും. അവിടെ 140. എന്നിട്ട് ഇത് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 105. അങ്ങനെയാണെങ്കിൽ ആഡ് ചെയ്യണമെങ്കിൽ 2 × എന്ന് പറയുമ്പോൾ 240. 280. 280 + 105 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 280 എന്ന് പറയുമ്പോൾ 380. 385. അപ്പോൾ അവർ നമ്പേഴ്സ് അല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ നമ്പേഴ്സ് എന്താണ്? നമ്പേഴ്സ് ഈക്വൽ ടു 385 എന്താണ്? 140. ഓക്കെ, ക്ലിയർ ആണല്ലോ? എളുപ്പമല്ലേ? വളരെ എളുപ്പമായിട്ടുള്ള കോൺസെപ്റ്റാണ്, വളരെ എളുപ്പമുള്ള കാര്യമാണ്. നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് നല്ല ഉഗ്രനായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ഈ ക്വസ്റ്റൻ ഒന്ന് ചെയ്ത് നോക്ക്. സെയിം ടൈപ്പ് തന്നെയാണ്. ചെയ്ത് നോക്ക്, ചെയ്യാൻ പറ്റുമല്ലോ നോക്കട്ടെ. നിങ്ങളോട്ട് ചെയ്യിപ്പിച്ചിട്ടല്ലേ കാര്യമുള്ളൂ, അല്ലെങ്കിൽ എന്നെ പഠിപ്പിച്ചിട്ട് എന്താണ് കാര്യം അല്ലേ? ചെയ്തോ. ഓക്കെ, ഇതൊരു കാര്യം ചെയ്യും. നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യും. നിങ്ങൾക്ക് ഇതിൻ്റെ ഞാൻ ആൻസർ ഇവിടെ എഴുതിയിട്ടേക്കാം. നിങ്ങളത് ചെയ്തോ. നമുക്കൊരു കുറച്ച് ഡിഫിക്കൽട്ടി ഉള്ള ക്വസ്റ്റൻ ഉണ്ട്, അത് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. കാരണം അത് ഹോംവർക്ക് ആയിട്ട് തന്നാൽ ശരിയാവില്ല എന്നല്ല, നിങ്ങൾ ചെയ്യും, എനിക്ക് വിശ്വാസമുണ്ട് നിങ്ങളെ ഓർത്ത്. എന്നാലും എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അത് സോൾവ് ചെയ്ത് കാണിക്കുക എന്നുള്ളത്. ഓക്കെ, അതുകൊണ്ട് ഞാൻ അത് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇത് എത്രാമത്തെ ക്വസ്റ്റൻ? 9th. ഇത് ഹോംവർക്കാണ്. ഇതിൻ്റെ ഞാൻ ആൻസർ ഇവിടെ എഴുതിക്കുക. എന്താണ് ചോദിച്ചേക്കുന്നത്? ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബോത്ത് ദ നമ്പേഴ്സ് അല്ലേ? ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ആ ഡിഫറൻസ് ഞാൻ ഇവിടെ എഴുതിയിട്ടേക്കാം. ഓക്കെ, ഞാൻ ഡിഫറൻസ് എഴുതിയിട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കാം. ഇതും അടുത്ത സംഖ്യ ഇത് ഒന്നുണ്ട്, പിന്നെ ഇതുണ്ട്. ഇത് രണ്ടിൽ നിന്നും ഡിഫിക്കൽട്ട് മോസ്റ്റ്ലി ഇതാണ്. ഓക്കെ, ഇതാണ് ഡിഫിക്കൽട്ടായിട്ട് വരാൻ സാധ്യതയുള്ളത്. കാരണം ക്വസ്റ്റ്യൻ്റെ വാല്യൂസ് കൂടുതലാണ്. അപ്പോൾ വലിയ സംഖ്യ കിട്ടാനുള്ള ചാൻസസ് അതാണ്. അപ്പോഴും നമുക്ക് അത് സോൾവ് ചെയ്ത് നോക്കാം. മുകളിലത്തെ സംഖ്യയുടെ ഞാൻ ആൻസർ അവിടെ എഴുതിയിട്ടേക്കാം. ഓക്കെ, നിങ്ങൾ വെറും അത് ക്രോസ് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. സക്സസീവ് എത്രയാണ്? 4 3 6 5 എന്നാണ് തന്നിട്ടുള്ളത്. 4 3 6 5. അപ്പോൾ 4 3 6 5. ഓക്കെ, ഇനി ഇവിടെ ഇൻറ്റു വരും, ഇവിടെ ഇൻറ്റു വരും, ഇവിടെ ഇൻറ്റു വരും, ഇവിടെ ഇൻറ്റു വരും. ഗ്യാപ്പ് ഇടുക, ഒരു സ്പേസ് വിടുക പ്ലസ്, ഒരു സ്പേസ് വിടുക പ്ലസ്, ഒരു സ്പേസ് വിടുക പ്ലസ്, അടുത്തൊരു സ്പേസ് പ്ലസ്, പിന്നെ ഒരു സ്പേസ് വിട്ടിട്ട് ഈക്വൽ ടു ഇവിടെ ഈക്വൽ ടു ഇവിടെ ഈക്വൽ ടു ഇവിടെ ഈക്വൽ ടു. ഓക്കെ, നിങ്ങൾക്കറിയാം ഈ മെത്തേഡിൽ, ലോങ് ഡിവിഷൻ മെത്തേഡിൽ റിമൈൻഡർ എപ്പോഴും 0 വരും. എന്നിട്ട് നമുക്ക് നോക്കേണ്ടത് ലാസ്റ്റ് ഡിവൈസർ ഇവിടെ 12 എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ 5 × 12 എത്രയാണ്? 60. ഓക്കെ, അപ്പോൾ 60 + 0 എത്രയാണ്? 60 ആണ്. ഓക്കെ, അടുത്ത് ഈ 60 ഇവിടെ എഴുതുക, എന്നിട്ട് ഈ 12 ഇവിടെ എഴുതുക. 12 ഇവിടെ, 60 ഇവിടെ. നമുക്കറിയാം 6 × 60 എത്രയാണ്? 360. 360 + 12 എത്രയാണ്? 372. ഓക്കെ, ഇനി ഈ 372 ഇവിടെ എഴുതുക, 372, എന്നിട്ട് ഈ 60 ഇവിടെ എഴുതുക. ഇത് എത്രയാണ്? 60 ഇവിടെ.
ഇനി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്കറിയാം എത്രയാണ് 900 പിന്നെ 1100 എന്നിട്ട് അല്ല 1110 പിന്നെ 6 1116 വരണം. ഓക്കെ, നോക്കാം ഞാൻ കാൽക്കുലേഷനിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റിൽ നോക്കാം. പിന്നെ ഇവിടെ വന്നിട്ട് ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം 1116 എന്നിട്ട് ഇത് എന്ത് വരും 372. ഓക്കെ, അപ്പോൾ 4 ഇൻറ്റു ഇതിനെ ചെയ്യുകയാണെങ്കിൽ എന്ത് വരും നമുക്ക് ഇതിനെ മൾട്ടിപ്ലൈ ആണെങ്കിൽ 4440 എന്നിട്ട് 24 4424 അല്ലേ 54 ശരാശരി ഇതായിരിക്കണം ആൻസർ. അവരെന്താണ് വെച്ചാൽ വാട്ട് ആർ 2 നമ്പേഴ്സ് അല്ലേ, അതിൽ എന്തെങ്കിലും കാൽക്കുലേഷൻ തെറ്റിയിട്ടുണ്ടെങ്കിൽ മാത്രം എവിടെയെങ്കിലും കൊളം ആയിട്ട് ഉണ്ടാവും. ഓക്കെ, തെറ്റിയിട്ടുണ്ട്, ആൻസർ തെറ്റാണ്, ഞാൻ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തതിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് ഇവിടെ. ഓക്കെ, 3 ഇൻറ്റു 372 എത്ര വരും? 3 ഇൻറ്റു 372 എന്ന് പറയുമ്പോൾ 900 210 70 പിന്നെ 3 9 ആണ്. ഓ ശരി, 9 ആണ്. ഓക്കെ, പിന്നെ ഞാൻ 60 ആഡ് ചെയ്തില്ല, മൈ ബാഡ്. ഓക്കെ, ഇവിടെ വന്നിട്ട് നമുക്ക് എന്താണ് 300 എന്ന് പറയുമ്പോൾ 900 പിന്നെ 70യുടെ 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 210 പിന്നെ 2 അപ്പോൾ 6 ആണ്, സോറി 6. അപ്പോൾ ഇത് എത്ര ആഡ് ചെയ്യും? പിന്നെ ഒരു 60 കൂടെ ഉണ്ട് അവിടെ, അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് പോകാം, അല്ലെങ്കിൽ പിന്നെ ഞാൻ അത് വിട്ടു. 6 പിന്നെ ഇവിടെ എത്ര 7 പിന്നെ 2 1176. ഞാൻ 60 വിട്ടു, ഏതാണ് നേരത്തെ തെറ്റിയത്. ഓക്കെ ശരി, ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പോഴിത് എത്രയാണ്? ഇത് 1176 ആവും. എന്നിട്ട് ഇതാ സംഖ്യ തന്നെ, കുഴപ്പമില്ല, ഇത് അത് തന്നെയാണ് 72 തന്നെ. ഓക്കെ, ഇനി ഇതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 4 എന്ന് പറയുമ്പോൾ 4000 പിന്നെ 400 പിന്നെ 4 ഇൻറ്റു 280 പിന്നെ 4 ഇൻറ്റു 24. അപ്പോൾ ഇതാണ് നമ്മളെ സംഖ്യ. 4 10 ക്യാരി 1 7 അല്ലേ, 7 അല്ലേ, അല്ല എന്തോ തെറ്റിയല്ല, വരണ്ടേ 4000 4400 4680 4680 4704. ഓക്കെ, 4704. ഓക്കെ, അതിൽ 372 ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ അത് വരുമ്പോൾ 6 7 10 5 5076 ഇതാണ് നമ്മൾ ആൻസർ. ഓക്കെ, ഈ നമ്പേഴ്സാണ് നമ്മൾ ആൻസർ. എന്താണ് 5076ഉം പിന്നെ വന്നിട്ട് 1176. ഓക്കെ, അത് ഇടയ്ക്ക് ഞാൻ ചെറിയ കാൽക്കുലേഷൻ ആ താഴത്തെ നമ്പറിൽ കാൽക്കുലേറ്റ് ചെയ്തപ്പം മിസ്റ്റേക്ക് പറ്റിപ്പോയി. ബാക്കി നിങ്ങൾക്ക് ആൻസർ ഇതാണ് നിങ്ങൾക്ക് കിട്ടണത്. ഓക്കെ, ഇത് ഡിഫിക്കൽട്ട് ക്വസ്റ്റൻ ആണ്. ഇതിൻ്റെ മുമ്പുള്ളതിൻ്റെ ഞാൻ ആൻസർ ഇട്ടേക്കാം. ഇതിൽ ഈ ഒരു ക്വസ്റ്റൻ്റെ ആൻസർ ഞാൻ ഇട്ടേക്കാം. ഇത് ഹോംവർക്ക് ആയിട്ടാണ് ചെയ്തോ. എന്നിട്ട് ലാസ്റ്റ് ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് ഞാൻ ഓൾറെഡി ചെയ്തേക്കാണ്. ഞാൻ നിങ്ങൾക്ക് ഹോംവർക്കിൻ്റെ ആൻസർ ഇട്ടേക്കാം. അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്തോ. നിങ്ങൾക്ക് കാണിച്ചു തരൂല, നിങ്ങൾ സോൾവ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ഇത് ചെയ്യണം. നിങ്ങൾ എന്താണ് കമൻറ്റ് ചെയ്ത് പറയണം ആൻസർ കറക്റ്റായി കിട്ടിയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഇതിൻ്റെ PDF ഞാൻ അപ്ലോഡ് ചെയ്യാം. കഴിഞ്ഞതിൻ്റെ PDF ഞാൻ അപ്ലോഡ് ചെയ്തില്ല, കാരണം നമുക്ക് ഈ ക്വസ്റ്റ്യൻസും കൂടെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇന്ന് ഞാൻ PDF അപ്ലോഡ് ചെയ്തേക്കാം. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്, എവിടെയാണ് PDF കിട്ടണം എന്നുള്ളത് കാര്യങ്ങളെല്ലാം അതിൽ പ്രൊവൈഡഡ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഓൺലൈൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ആവുകയാണ് 14th. അപ്പോൾ ആ 14th സ്റ്റാർട്ട് ആകുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. 2499 rupees മാത്രമാണുള്ളത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് RRB NTPC SSC ബാങ്ക് കോഴ്സസ് ജോയിൻ ചെയ്യാം. പിന്നെ എല്ലാം കൂടെ ചേർത്തിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് 2999 rupees ആണ്. ഇതിൻ്റെ ഫീസ് ഉടനെ തന്നെ ചേഞ്ച് ആവും, കൂടുതലാവും. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് പഠിച്ചത് ഇത്രയും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എന്നിട്ട് വി വിൽ മീറ്റ് യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.